വിനായക ചതുർത്ഥി പോലെ ആഘോഷപരമായി ആചരിക്കുന്നില്ല എങ്കിലും വെളുത്ത പക്ഷത്തിലെയും കറുത്ത പക്ഷത്തിലെയും ഓരോ ചതുർത്ഥിയും അതിവിശേഷം തന്നെയാണ്. മാസം തോറുമുള്ള 2 ചതുർത്ഥിക്കും വിധിപ്രകാരം ഗണേശനെ ഭജിച്ച് അഭിഷേകം, അലങ്കാരം, ദീപം, ധൂപം, നിവേദ്യം എന്നിങ്ങനെ പല വിധത്തിൽ ഗണേശമൂർത്തിയെ പ്രീതിപ്പെടുത്തിയാൽ മറ്റ് ഗൗരവ ദശാപഹാര ജന്മഗ്രഹത്തില ബാധാദുരിതങ്ങളല്ലാത്ത ഒരുവിധം പ്രശ്നങ്ങൾ ശമിക്കും. പൊതുവിൽ വിഘ്നങ്ങൾ ഒഴിയാൻ ഗണപതി ഹോമം ഉപകരിക്കും. വിശേഷ പ്രശ്നങ്ങൾ തീരാൻ പ്രശ്നപരിഹാര നിർദ്ദേശവിധി പ്രകാരം ഹോമമന്ത്രവും ദ്രവ്യവും ആവർത്തിയും ഒക്കെ നിശ്ചയിച്ച് ചെയ്യാം. ദിനവും ശുദ്ധിയും വൃത്തിയും ഉള്ള സ്ഥലത്ത് നിന്ന് നിശ്ചിത സംഖ്യ ഗണേശനെ മനസ്സിൽ സങ്കല്പിച്ച് ഏത്തമിടുന്നത് പ്രായശ്ചിത്തവും പാപപരിഹാരവും ആകുന്നു. കടുത്ത ശത്രുദോഷത്തിന് പരിഹാരമായി ചെമ്പരത്തിമാല സമർപ്പിക്കാം. രോഗദുരിതത്തിന് കറുകമാല, മുക്കുറ്റിമാല സമർപ്പിച്ചാൽ ധനലാഭം, ദൃഷ്ടിദോഷ പരിഹാരം, നാരങ്ങാമാല, ചില പ്രത്യേക വിഷയങ്ങൾക്ക് കടലമാല, നാളികേരമാല, നോട്ടുമാല ഒക്കെ സമർപ്പിക്കാം. എന്നാൽ അവയൊക്കെ ക്ഷേത്രങ്ങൾക്ക് അനുസരിച്ചാണ് സാധിക്കുക. ധാന്യ സമൃദ്ധിക്ക് മോദകം കഴിപ്പിക്കാം. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ കണക്കിൽ എന്ന പ്രകാരം നിശ്ചിത ദിനങ്ങൾ തുടർച്ചയായി മോദകം നിവേദിക്കുന്നത് ന്യായമായ ഇഷ്ടകാര്യസിദ്ധിക്ക് ഉപകരിക്കും. ഉണ്ണിയപ്പ നിവേദ്യം നടത്തിയാൽ സുഖസമൃദ്ധിയാണ് ഫലം. എത്ര കടുത്ത സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നവർക്കും നക്ഷത്രവും ദശാപഹാരവും അനുസരിച്ച് നിശ്ചിത ആഴ്ച തുടർച്ചയായി വീട്ടിലോ അമ്പലത്തിലോ മാതളം സമർപ്പിക്കുന്നത് വളരെയേറെ ഗുണഫലം നൽകും. രോഗത്തിന് ജാതകത്തിൽ കേതുവിന്റെ സ്ഥാനം നോക്കിക്കിട്ടുന്ന രാശി അനുസരിച്ച് നിശ്ചിത അളവിൽ കറുകമാല സമർപ്പിച്ചാൽ കടുത്ത വാദം പോലും ശമിക്കും. മഹാഗണപതി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വിദ്യാലാഭവും ഐശ്വര്യലബ്ധിക്കും ഉപകരിക്കും. പുഷ്പാഞ്ജലി മന്ത്രവും പുഷ്പവും ഉരുവും ഓരോ നക്ഷത്രപ്രകാരം നിശ്ചയിക്കണം. ന്യായകാര്യ ലാഭത്തിന് മുക്കുറ്റി പുഷ്പാഞ്ജലി, മനഃശാന്തിക്ക് അഷ്ടോത്തരാർച്ചന, വിജയത്തിന് 12 മന്ത്രാർച്ചന, ഐശ്വര്യത്തിന് സഹസ്രനാമാർച്ചന, ദാരിദ്ര്യദോഷത്തിന് ഗണേശ സൂക്താർച്ചന എന്നിങ്ങനെ വിധി. പാൽ അഭിഷേകം മനസമാധാനം നൽകും. തേൻ അഭിഷേകം സർഗശേഷി വർദ്ധിപ്പിക്കും. പനിനീർ അഭിഷേകം സൽസുഹൃത്തുക്കളെ കൊണ്ടുവരും. ബുധദോഷം മാറാൻ പാലും മഞ്ഞളും കലക്കി മഹാഗണപതി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യണം. കുങ്കുമാഭിഷേകം മംഗളങ്ങൾ കൊണ്ടുവരും. എള്ള്, പഞ്ചാമൃതം, രക്തചന്ദനം, വിവിധങ്ങളായ പൂക്കൾ തുടങ്ങി അഭിഷേക ദ്രവ്യങ്ങൾ മാറുന്നതനുസരിച്ച് ഫലസിദ്ധിയും മാറും. ഓരോ നക്ഷത്രക്കാർക്കും ഗണപതിക്ക് സമർപ്പിക്കാവുന്ന വഴിപാടുകൾ താഴെ കൊടുക്കുന്നു. അശ്വതി നക്ഷത്രക്കാർ കറുകമാല, ഭരണി നക്ഷത്രക്കാർ ചന്ദനം, കാർത്തിക നക്ഷത്രക്കാർ മുക്കുറ്റി മാലയായോ പുഷ്പാഞ്ജലിയായോ സമർപ്പിക്കാം. രോഹിണി നക്ഷത്രക്കാർ ചന്ദനവും സ്വർണവും തുലാഭാരമായോ അഭിഷേകമായോ ദ്രവ്യമായോ സമർപ്പിക്കാം. മകയിരം, തിരുവാതിര നക്ഷത്രക്കാർ കറുകമാല. പുണർദം നക്ഷത്രക്കാർ സ്വർണം, പൂയം നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ നിവേദ്യം സമർപ്പിച്ച് പ്രസാദം അന്നദാനം നൽകുക. മകം നക്ഷത്രക്കാർ മുഴുക്കാപ്പ്, പൂരം ഉത്രം നക്ഷത്രക്കാർ വെള്ളിവിളക്ക്, അത്തം നക്ഷത്രക്കാർ കറുകമാല, ചിത്തിര നക്ഷത്രക്കാർ വെള്ളിമുഖം, ചോതി നക്ഷത്രക്കാർ സ്വർണ്ണ കിരീടം, വിശാഖം നക്ഷത്രക്കാർ ഭസ്മം, അനിഴം നക്ഷത്രക്കാർ റോസാപ്പൂവ്. തൃക്കേട്ട നക്ഷത്രക്കാർ സ്വർണം, മൂലം നക്ഷത്രക്കാർ ചന്ദനം, പൂരാടം തിരുവോണം നക്ഷത്രക്കാർ കറുകമാല, ഉത്രാടം നക്ഷത്രക്കാർ മുക്കുറ്റിമാല, അവിട്ടം ചതയം നക്ഷത്രക്കാർ വെള്ളിവിളക്ക്, മണി, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഉണ്ണിയപ്പം നിവേദ്യം നടത്തി പ്രസാദം ദാനം ചെയ്യുക. ഉത്രട്ടാതി നക്ഷത്രക്കാർ കറുകമാല, രേവതി നക്ഷത്രക്കാർ മുല്ല, പിച്ചിമാല. നെയ്വിളക്ക്, എള്ളെണ്ണ വിളക്ക്, ചുറ്റുവിളക്ക് എന്നിവ ചതുർത്ഥി ദിനത്തിൽ ചെയ്യുന്നത് ഫലദായകമാണ്. ഗണപതി ക്ഷേത്രത്തിൽ മാതളം, ആപ്പിൾ, നെയ്യ്, വെണ്ണ, തേൻ എന്നിവ തട്ടമായി സമർപ്പിക്കുന്നതും ഗുണം ചെയ്യും. മാസത്തിലെ കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും ചതുർത്ഥി ദിനങ്ങളിൽ ഗണേശനെ ഭജിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച നൽകും.